ഫൊക്കാനെ സ്നേഹിക്കുന്ന മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റന്റെ പ്രസിഡന്റ്, അതിൻ്റെ ഭാരവാഹികൾ, ഇവിടെ നിന്ന് സദസ്സിൽ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, നമ്മുടെ സ്ഥാനാർത്ഥികളായ റജീവ് കുര്യനും ജോൺ ജോസഫും, ഈ ബോർഡിൽ നിന്ന് സംസാരിക്കുന്നതിൽ വളരെയധികം അഭിമാനമാണ്. അഭിമാനം മറ്റൊന്നുകൊണ്ടുമല്ല, അത് സൂചിപ്പിച്ചോളം തന്നെ ഫൊക്കാനെ സംബന്ധിച്ചിടത്തോളവും ഹൂസ്റ്റനെ സംബന്ധിച്ചിടത്തോളം ടെക്സാസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സംഘടനയാണ് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ. ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഇലക്ഷനൊക്കെ തന്നെ ആളുകൾക്ക് പത്രദ്വാരായും അല്ലാതെ അറിയുന്ന സമയത്ത് വളരെയധികം രോമാഞ്ചം ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ആളുകൾ 10,000-2000 പേര് വന്ന് വോട്ട് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഫൊക്കാനെ പോലും ഒരു പക്ഷേ ഫൊക്കാനെ കൺവെൻഷനിൽ വരുന്നേക്കാൾ കൂടുതൽ ആളുകളാണ് ഇവിടുത്തെ ഭരണസമിതി തെരഞ്ഞെടുക്കാനുള്ള കൂടുതൽ. അത്രയ്ക്ക് മാത്രം ഒരു ശക്തമായ സംഘടനയാണ്. അതിലുപരിയായിട്ട് ഈ സംഘടന പ്രത്യേകം എന്ന് പറയുന്നത് 2 പ്രസിഡന്റുമാരെ, ഒന്ന് ഫോമായിക്കും ഒന്ന് ഫൊക്കാനയ്ക്കും സംഭാവന ചെയ്യുവാനായിട്ട് ഈ മഹത്തായ സംഘടനയ്ക്ക് സാധിച്ചു. ഫൊക്കാനയുടെ കൂടെ അമേരിക്കാരനായ ഡോക്ടർ GK പിള്ള എപ്പോഴും ഇവിടെ തന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ സംഘടനയുടെ തലപ്പത്ത് തന്നെ അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വളരെയധികം അഭിമാനം തരുന്ന വസ്തുതയാണ്. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെ 2 പ്രാവശ്യം ഫൊക്കാനയുടെ ആരോഗ്യമായിട്ടിരുന്ന് ഫൊക്കാനെ വളരെ ശക്തമായിട്ട് ഇവിടെ നടത്തി. ഇടക്കാലത്ത് ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ ശോഷിപ്പ്, ഒരു ചെറിയ ക്ഷീണം ഫൊക്കാനയ്ക്ക് ഉണ്ടായി എന്ന് പറയുന്നത് എനിക്ക് മടിയില്ല. അത് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഫൊക്കാനയുടെ ഐക്യം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് എല്ലാവരും ഒറ്റക്കൂടെ കീഴിൽ നമുക്കറിയാം. പീർലാൻഡിൽ നിന്ന് സന്തോഷം ഇരിക്കുന്നു, പസലിൽ നിന്ന് ജോൺ ജോസഫ് ഇരിക്കുന്നു, സൂചിപ്പിച്ച പോലെ തന്നെ ഒരുമയിൽ ഇരിക്കുന്നു, ജിൻസ് വരുന്നുണ്ട്, മാഗിന്റെ പ്രസിഡന്റ് ഉണ്ട്. എല്ലാ അസോസിയേഷനും ഇവിടെയുള്ള 3, 4, 5, 6 അസോസിയേഷൻസ് ഇവിടെ ഉണ്ട് ഔദ്യോഗികമായിട്ടെങ്കിലും. അതിലെ ഏറ്റവും ശക്തമായ അസോസിയേഷൻ എന്ന് പറയാനായിട്ടുള്ളത് മാഗി തന്നെയാണ്. ഈ മാഗിന്റെ വേദിയിൽ ഇനി 2ാമതാണ് സംസാരിക്കുന്നത്. 2 മാസം മുന്നിൽ ഇവിടെ നമ്മുടെ ഒരു മോഹൻലാലിന്റെ ഷോ നടക്കുന്ന അവസരത്തിൽ ഇവിടെ വരുവാനും ഇവിടെ അന്നത്തെ ആ കിക്ക് ഓഫിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഇത് വന്നതിൽ അഭിമാനമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. എന്റെ പേര് പറഞ്ഞ ഫിലിപ്പോസ് ഫിലിപ്പ്. ഞാൻ ഫൊക്കാന തുടങ്ങിയത് എല്ലാവർക്കും അറിയാം 1983-ലാണ്. 83-ന് ശേഷം കഴിഞ്ഞ 43 വർഷമായിട്ട് ഫൊക്കാന ഇന്ന് ലോക മലയാളികളെ കോർത്തുനോക്കിക്കൊണ്ട് അവിടെ സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും മുൻപന്തിൽ നിന്ന് പറ്റുന്ന വലിയ സംഘടനയായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംഘടനയായിട്ട് ഫൊക്കാന മാറിയിരിക്കുകയാണ്. ആ ഫൊക്കാന മാറുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഫൊക്കാനയുടെ നേതൃത്വം ഉണ്ടായിരുന്ന കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഡോക്ടർ അനിരുദ്ധന്, ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റും അമേരിക്കയുടെ അംബാസഡറുമായിരുന്ന ഡോക്ടർ KR നാരായണന്റെ നേതൃത്വത്തിൽ അത് തുടങ്ങിയ സംഘടന അതിന്റെ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയ്ക്ക് ഇന്നും പ്രസക്തി ഉണ്ടായത്. അതിനുശേഷം മറ്റു സംഘടനകളെ പറ്റി ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഫൊക്കാനെ അന്നും ഇന്നും അജയ്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ട് ജനങ്ങളുടെ ഏത് ആവശ്യങ്ങളും, നാട്ടിലെ പ്രോപ്പർട്ടി വിഷയമാകട്ടെ, ഇവിടുത്തെ നാട്ടിലെ ഇമിഗ്രേഷൻ വിഷയമാകട്ടെ, ഏത് വിഷയങ്ങൾ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളിലും മുൻപന്തിൽ നിന്നുകൊണ്ട് ഫൊക്കാന ഫൈറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഫൊക്കാനയ്ക്ക് അസ്വസ്ഥന്റെ കാരണം. നമുക്കറിയാം, എല്ലാവർക്കും പക്ഷെ ഓർമ്മ ഉണ്ടായിരിക്കും, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യപേപ്പറിൽ ഈ ഫൊക്കാനയുടെ ഫുൾ ഫോം വരെ ചോദിച്ച ഒരു അവസരങ്ങളുണ്ട്. അത്രമാത്രം പ്രശ്നമാണ് ഫൊക്കാന. വേറൊരു പ്രശ്നമാണ് ഫൊക്കാന. പ്രശ്നം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നതിൽ, മലയാള സാഹിത്യകാരന്മാരുടെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നുകൊണ്ട് ഫൊക്കാന ധാരാളം കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അഖിൽ ശിവശേഖരപിള്ള എന്ന് പറയുന്ന പ്രഖ്യാതനായ സാഹിത്യകാരനെ അമേരിക്കയിൽ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ഫൊക്കാനയാണ്. ആ വിജ്ഞാനായ അഖിൽ ശിവശേഖരപിള്ളയുടെ വീട്ടിലെ ഫ്രണ്ട് ലോബിയിലിരിക്കുന്ന ഷോക്കേസിലിരിക്കുന്ന ഫലകോ എന്ന് പറയുന്നത് ഫൊക്കാന കൊടുത്ത അവാർഡാണ്. അപ്പൊ ഫൊക്കാനയുടെ ഒരു അവാർഡ് എന്ന് പറയുന്നതോ ഫൊക്കാനയുടെ റെക്കഗ്നീഷൻ എന്ന് പറയുന്നതോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യത്തോടെ ഇന്നും കാണുന്നത്. എന്ന് നമുക്കറിയാം, ഫൊക്കാന സാഹിത്യ സമയത്ത് ഫൊക്കാനയുടെ അവാർഡിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് 100, 150, 200 ആപ്ലിക്കേഷൻസ് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഫൊക്കാനയുടെ അംഗീകാരം, ഫൊക്കാന കഴിഞ്ഞ പിന്നെ കിട്ടുന്ന അവാർഡ് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നടക്കും. അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമാണ്. അപ്പോ ഇങ്ങനെ പരിപോഷിപ്പിച്ച ഈ സംഘടനയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ് ആവശ്യം. ദീർഘവീക്ഷണമുള്ള നേതൃത്വം പറയുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കുകയാണ് 2024-2025 ഫൊക്കാനെ ആരാണ് നയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണിശമായിട്ട് നിങ്ങൾക്ക് ആത്മാഭിമാനത്തോട് പറയാൻ സാധിക്കണം, അത് ഫിലിപ്പോസ് ഫിലിപ്പ് നയിക്കുന്ന ടീം ഇന്റഗ്രേറ്റ് ആണ് എന്നുള്ളത് പറയാൻ സാധിക്കണം. മറ്റൊന്നുമല്ല, നമ്മുടെ ഉദ്ദേശങ്ങൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇത് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു മാനിഫെസ്റ്റോ ഇത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ, നമ്മൾ ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരുമായിട്ടും എല്ലാ അസോസിയേഷനുമായിട്ടും ആലോചിച്ച് നമ്മുടെ ടീം എന്നോട് ആലോചിച്ച ശേഷമാണ് നമ്മളൊരു മാനിഫെസ്റ്റോ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് 14 പേജുള്ള മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് വരുന്ന 2 വർഷത്തെ മാത്രമല്ല, വരുന്ന 50 വർഷത്തേക്കുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിരിക്കുന്നത്. ആ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 43 കൊല്ലം ഈ
ഫൊക്കാന എങ്ങനെ പോയോ അതിലുപരിയായിട്ട് ഫൊക്കാന ഒരു കൺവെൻഷൻ സംഘടനയല്ല. ഫൊക്കാന ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൊക്കാന എന്ന് പറയുന്നത് ജനോപകാരപ്രദമായ കാര്യങ്ങൾ വർഷത്തിന്റെ ഉടനീളം നടത്തിക്കൊണ്ട് പല പല പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ ഈ സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കീ ക്ലാസിക് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നോർത്ത് അമേരിക്കയിലുള്ള മലയാളി സമൂഹത്തിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ 100 ആദരണീയരായ ആളുകളെ കണ്ടുകൊണ്ട് എല്ലാ രംഗങ്ങളിലുമുള്ള സാഹിത്യം, വിദ്യാഭ്യാസം, ലോ, എഡ്യൂക്കേഷൻ, മെഡിക്കൽ ഫീൽഡ് എല്ലാ രംഗങ്ങളിലുമുള്ള അതിൽ ടോപ്പായിട്ടുള്ള 100 മലയാളികളെ കണ്ടുപിടിച്ചുകൊണ്ട് 100 മലയാളികളെ നമ്മൾ ആദരിക്കാനുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് അംഗീകാരം നമുക്കറിയാം. അംഗീകാരം കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി വന്നു. അതുകൂടാതെ തന്നെ ഫൊക്കാന ഡിജിറ്റൽ കണക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫൊക്കാനയുടെ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫൊക്കാനയുടെ ആപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ സംഘടനകളും 110 സംഘടനകൾ നമുക്കുണ്ട് ഇപ്പോൾ ഫൊക്കാനയിൽ. ഈ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സംഘടനകൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ എവിടെ എന്ത് നടക്കുന്നു അറിയാനും ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫൊക്കാന കണക്ട് എന്ന ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ പുറമെയാണ്. അതുപോലെ ഫൊക്കാനെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഫൊക്കാനെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്രധാനമായ ഉദ്ദേശം നമുക്കുണ്ട്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട 7 തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഫൊക്കാനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് യുവജനങ്ങളുടെയും ഭാവി തലമുറയുടെയും ശാക്തീകരണം. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുഖ്യ പദ്ധതികൾ എന്ന് പറയുന്നത് ഫൊക്കാന യൂത്ത് കൗൺസിൽ, വിദ്യാർത്ഥികളുടെ യൂത്ത് പ്രൊഫഷണൽക്കുമായി ദേശീയ തലത്തിലുള്ള നേതൃത്വം, ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളെ നാഷണൽ ഹോം സൊസൈറ്റി മാതൃക ചാരിറ്റി പ്രവർത്തനങ്ങൾ പങ്കാളികളാക്കുക. ഒന്ന്, മലയാളം സാംസ്കാരിക പഠന കേന്ദ്രം, ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ വഴിയും മലയാള സ്കൂൾ വഴിയും ചാപ്റ്ററുകളിൽ നിന്ന് മലയാള ഭാഷയും കലകളും അഭ്യസിപ്പിക്കുക. യൂത്ത് മെന്റർഷിപ്പ് നെറ്റ്വർക്ക്, പ്രഗത്ഭരായ പ്രൊഫഷണൽ യുവാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പദ്ധതി. കേരള US എക്സ്ചേഞ്ച് പ്രോഗ്രാം, വിദ്യാർത്ഥികൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ ഇന്റേൺഷിപ്പിനും സാംസ്കാരിക കൈവരിത്തിനും വേണ്ടുന്ന നടപടികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക. നോർത്ത് അമേരിക്കൻ യുവജനോത്സവം, പ്രാദേശിക ദേശീയ കലാ സാങ്കേതിക വിദ്യ, സംവാദം എന്നിവ കൂടുതലേക്കുള്ള വാർഷിക ആഘോഷങ്ങൾ. പില്ലർ 2 തത്വമല്ല 7 പ്രധാനപ്പെട്ട പില്ലറാണ് നമ്മുടെ പ്രവർത്തനം പറയാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി അപ്പുറത്ത് നിർത്തുക. കമ്മ്യൂണിറ്റിക്ക് സീനിയേഴ്സ് നമുക്കറിയാം. നമ്മൾക്ക് പലരും ഞാൻ ഉൾപ്പെടെയുള്ള പല സീനിയേഴ്സ് നമ്മളുണ്ട്. ഈ സീനിയേഴ്സിനെ നമുക്ക് ഉപേക്ഷിക്കാനുള്ള സീനിയേഴ്സിനെ നമുക്ക് കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ലെവലിൽ ഫൊക്കാനയുടെ കേന്ദ്ര ലെവലിൽ ഒരുപക്ഷെ നടത്തില്ലെങ്കിൽ തന്നെയും നമുക്ക് ഓരോ സംഘടനകളുമായിട്ട് ലോക്കൽ സംഘടനകളുമായിട്ട് ഏകോപിച്ചുകൊണ്ട് നമുക്ക് ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സമൂഹത്തിലുള്ള ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് ഒരുപക്ഷെ ഒരു റൈഡായിരിക്കും വേണ്ടത്, ഒരുപക്ഷെ അവർക്ക് വേണ്ടുന്നത് ഒരു കൂട്ടായിരിക്കും, ഒരുപക്ഷെ അവർക്ക് വേണ്ടുന്നത് ഒരു സഹപാഠിയായിരിക്കും. കാരണം സംസാരിക്കുന്നതിന് വേണ്ടി അവർ വിഷമങ്ങൾ പറയുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കണികളായിട്ട് നിൽക്കാതെ നമ്മൾ കണിശമായിട്ട് നമ്മുടെ സംഘടനയിലെ ആൾക്കാരെ അതിനാണ് ഫൊക്കാന കണക്ട് വരുന്നത്. ആ വരുന്നത് നമ്മൾ ഓരോ സംഘടനകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതാത് ഏരിയകളിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഞാനുള്ള സമയത്ത് ബ്രൂക്കിൽ ഒരു സ്ത്രീ, ഭർത്താവ് ഡൈവോഴ്സ് ചെയ്ത സ്ത്രീ, ആ ഭർത്താവ് വന്നിട്ട് സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരു രക്ഷയില്ല, കോൺസുലേറ്റ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്കുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിച്ചു, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളിൽ സമയദാസങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അതെല്ലാം നമ്മൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശമുണ്ട്. പില്ലർ 3 സംസ്കാരം, സ്വത്വം, ഗ്ലോബൽ മലയാളി കണക്ട്, ഫൊക്കാന കൾച്ചറൽ കണക്ട്, ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ, മലയാള ഭാഷാ പ്രചരണം, കേരള സർക്കാരുമായിട്ട് സഹകരിച്ചുള്ള കാര്യങ്ങൾ, ടൂറിസം, സാംസ്കാരിക വിനിമയം, പ്രവാസി മലയാളികൾക്കായി പ്രത്യേക ടൂറിസം പാക്കേജുകളും സാംസ്കാരിക വിനിമയ പരിപാടികൾ, പ്രവാസികൾക്ക് കേരളത്തിലെ വികസന പദ്ധതികൾ പങ്കാളികളാകാൻ ഇൻവെസ്റ്റ്മെന്റ് ഫോറങ്ങൾ സംഘടിപ്പിക്കും. പില്ലർ 4 കരിയർ, ബിസിനസ്, സാമ്പത്തിക വളർച്ച ലക്ഷ്യം, മലയാളികൾക്ക് പ്രൊഫഷണലായും സാമ്പത്തിക തലത്തിലും പരസ്പരം വളരാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക. പ്രധാന ലക്ഷ്യങ്ങൾ ഫൊക്കാന ജോബ് ആൻഡ് ടാലന്റ് പോർട്ടൽ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ, ബിസിനസ് നെറ്റ്വർക്ക്. ഇതിനെപ്പറ്റി കൂടി പറയാൻ സമയം പോകുന്നില്ല. 5ാമത്തെ പില്ലർ എന്ന് പറയുന്നത് വനിതാ ശാക്തീകരണവും സജീവ പങ്കാളിത്തവും. നമുക്ക് അറിയാം, അതായത് ഫൊക്കാന വനിതാ ഫോറം, സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നേതൃത്വപരമായ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള സ്ഥിരം പ്ലാറ്റ്ഫോം. കരിയർ സ്റ്റാർട്ടിംഗ്, സ്കിൽ പ്രോഗ്രാമുകൾ, ജോലിയിൽ നിന്നും വിട്ടുനിന്നതിന് ശേഷം വീണ്ടും പ്രൊഫഷണൽ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി പരിശീലന പരിപാടികൾ. പില്ലർ 6 സ്പോർട്സ്, വെൽനസ് ആൻഡ് കമ്മ്യൂണിറ്റി ബോണ്ടിംഗ്. പില്ലർ 7 ഗവേണൻസ്, സുതാര്യത, ഡിജിറ്റൽ ഫൊക്കാന. ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് അധിഷ്ഠാന കാര്യങ്ങളാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫൊക്കാന നമ്മൾ 1 വർഷം കൊണ്ട് അത് 2 വർഷം കൊണ്ട് എന്റെ ശേഷം നിന്ന് പോകുന്ന സംഘടനയല്ല. ഫൊക്കാനയെ ഞാൻ ആവിഷ്കരിച്ച പോലെ തന്നെ ഒരു 43 കൊല്ലം 50 കൊല്ലം മുന്നോട്ട് കണ്ടുകൊണ്ട് ഈ വ്യവസ്ഥ നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ ഫൊക്കാനയെ കൺവെൻഷൻ സംഘടനയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ വർഷങ്ങൾ ഉടനീളം നടക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ആവാസ വ്യവസ്ഥ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയായിട്ട് മാറിക്കഴിയുമ്പോൾ ഫൊക്കാനയുടെ പ്രസക്തി വർദ്ധിക്കും. വരുന്ന തലമുറയ്ക്ക് ഫൊക്കാനയ്ക്ക് എന്തുകൊണ്ട് ഫൊക്കാന വരണമെന്ന് അവർ കണിശമായിട്ട് ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ടീമായിട്ട് എന്റെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം വിവിധ രംഗങ്ങളിൽ മെഡിക്കൽ, കമ്പ്യൂട്ടർ, AI എല്ലാ രംഗങ്ങളിലും
ഈ സംഘടനയ്ക്ക് വേണ്ടി സാർ, ഈ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ആ സംഘടന പല രംഗങ്ങളിൽ പല പൊസിഷനിൽ വന്നിട്ട് അവസാനം 2014 ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായി പല രംഗങ്ങളിൽ പ്രവർത്തിച്ച ആ പരിധി, പ്രവർത്തന പരിധി ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നമുക്ക് പ്രസിഡന്റ് ആവാൻ വേണ്ടി ചാടിക്കുക എന്നുള്ളതല്ല. ആ സമയം കാരണം ഇതൊന്ന്, രണ്ടാമത്തെ ഇതിന്റെ ഗുണമെന്ന് പറയുന്നത് നിൽക്കാന്നുള്ളത് ഞാൻ നിൽക്കാന്ന് ചെയ്യുന്ന മാത്രം ഒരു ആവശ്യമല്ല, എന്റെ കൂടെ നിൽക്കുന്ന ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാം വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഒന്നായിട്ട് നയിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ബോസിങ്ങിനല്ല, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ആ ടീം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 49 പേരുടെ ഈ ടീമിനകത്ത് ഇന്ന് വരെ ഞങ്ങൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നെങ്കിലും ഒരു അപശബ്ദങ്ങളോ ഒരു കാര്യങ്ങളോ ഇല്ല. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിലും ഇലക്ഷന് ശേഷവും ഇങ്ങനെ തന്നെയായി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള കമ്മിറ്റിക്കാരോടും എല്ലാ രാഷ്ട്രീയ കമ്മിറ്റികളോടും എല്ലാവരും ആലോചിച്ച ശേഷം മാത്രമായിരിക്കും നമ്മൾ ചെയ്യാനുള്ളത്. ഇനി പറയാനുള്ള ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഹൂസ്റ്റൺ റീജിയനിൽ അല്ലെങ്കിൽ ടെക്സാസ് റീജിയനിൽ നമുക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ശോഷിച്ചിരുന്നു ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ കണിശമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും, ഫൊക്കാനെ ഏറ്റവും കൂടുതൽ പ്രചോദിക്കുന്നതും ഫൊക്കാനെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതുമായ മേഖല നമ്മുടെ ഹൂസ്റ്റൺ ആയിരിക്കുന്ന സംശയം. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അടുത്ത ആഭിമുഖ്യമായിട്ട് വരാൻ പോകുന്ന റജീവ് കുര്യന്റെ നേതൃത്വമാണ് കണിശമായത്. കാരണം റജീവ് കുര്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളവർക്കും അറിയാം റജീവ് കുര്യന്റെ കഴിവ്, റജീവ് കുര്യന്റെ ശക്തി, റജീവ് കുര്യന്റെ ആത്മാർത്ഥത എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്, അങ്ങനെയുള്ള വ്യക്തിയാണ് നമ്മുടെ അടുത്ത ആഭിമുഖ്യമായിട്ട് ഇവിടുന്ന് വരാൻ പോകുന്നത്. ഇവിടുത്തെ സംഘടനകളിൽ നിന്നെല്ലാം വളരെയധികം സപ്പോർട്ടോടുകൂടി അദ്ദേഹം ആഭിമുഖ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ ടീം മുഴുവൻ പ്രവർത്തിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഫൊക്കാനയുടെ കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അഭിമാനം, ടെക്സാസിന്റെ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺ ജോസഫാണ്. ജോൺ ജോസഫ് സാർ ആദ്യമായിട്ടാണ് ഫൊക്കാനയിലോട്ട് എനിക്ക് തോന്നുന്നു ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം ഓഡിറ്റർ സ്ഥാനം കൊടുത്ത് ഓഡിറ്റർ പൊസിഷനോടെ മത്സരിക്കുന്നത്. മത്സരിച്ച് നോമിനേഷൻ കൊടുത്ത് 2 മണിക്കൂറിനകം അദ്ദേഹം ഓഡിറ്ററായി എതിരില്ലാതെ ഫൊക്കാനയുടെ മത്സരമുണ്ട്. എനിക്കെതിരായിട്ട് സ്ഥാനത്ത് ഒരു കാര്യം പറഞ്ഞു നിർത്തിക്കൊള്ളാം. ഫൊക്കാനയിൽ ഞാൻ ആദ്യം പറഞ്ഞ പല വർഷങ്ങൾ പ്രവർത്തിച്ചത് മാത്രമല്ല, 2018 മുതൽ 2025 വരെയുള്ള 7 വർഷക്കാലം ഫൊക്കാനയുടെ കലീപമായിരുന്നു. കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കറുത്ത കാലഘട്ടമായിരുന്നു. കറുത്ത കാലഘട്ടത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, ഫൊക്കാന ഏത് ലക്ഷ്യം നടക്കുമ്പോഴും ഒരാൾ കൊടുത്ത് കേസ് കൊടുക്കും, തോറ്റു കഴിഞ്ഞാൽ കേസ് കൊടുക്കും. എന്തൊരു കാരണം പറയും. അത് ബഹുമാനപ്പെട്ട GK പറയായിരുന്നു, ഈ വ്യക്തി 2012 മുതൽ എല്ലാ ഇലക്ഷനും നിൽക്കും. 3 പ്രാവശ്യം നോമിനേഷൻ കൊടുത്തുള്ളൂ. എല്ലാ പ്രാവശ്യം ഇലക്ഷൻ നിൽക്കും, എല്ലാ പ്രാവശ്യം തോറ്റ് കഴിഞ്ഞിട്ട് കുറെ കേസ് കൊടുക്കും. അങ്ങനെ 2018 മുതൽ 2025 വരെ 7 കേസുകൾ റോക്ക്ലാൻഡിലെ കൗണ്ടി കോർട്ട് മുതൽ വാഷിംഗ്ടണിലെ സുപ്രീം കോർട്ട് വരെ പോയി എല്ലാ കേസിലും നടത്തിയ ലീഗൽ കോർഡിനേറ്റർ എന്ന നിലയിൽ അഭിമാനപൂർവ്വം ആ കേസിനെ നേരിടുവാനും ആ കേസുകളെല്ലാം വിജയിപ്പിക്കുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ ആത്മാഭിമാനമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് മാത്രം സാധിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഫൊക്കാനയുടെ പേര് പൊന്നിത്തിന് എന്റെ കഥകളൊക്കെ അറിയാം. ഫൊക്കാന ലോക വിഷയമായിരുന്നു. ഫൊക്കാനയുടെ ലോക വിഷയങ്ങൾ ഫൊക്കാനയുടെ പേര് പോകാതിരിക്കുന്നതിന് വേണ്ടി ഫൊക്കാനയ്ക്ക് വേണ്ടി US പേറ്റന്റ് ആൻഡ് ട്രേഡ് ഓഫീസിൽ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത ഫൊക്കാന എന്നുള്ള പേര് ഇന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഫൊക്കാന എന്നുള്ള പേര് നമുക്കല്ലാതെ ലോകത്ത് മറ്റാർക്കും ഉപയോഗിക്കുവാൻ സാധ്യമല്ല. ഫൊക്കാനയുടെ നെയിം ഈസ് ട്രേഡ് മാർക്ക്, അതാണ് എന്റെ കാര്യം. പക്ഷെ ആ പേര് വെച്ചുകൊണ്ട് ഫൊക്കാന ഇന്റർനാഷണൽ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ ശ്രമിച്ചെങ്കിലും ഫൊക്കാനയുടെ പേരിന്റെ പര്യായങ്ങളോ ഫൊക്കാന ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേറെ പേരുകളോ സാധ്യമില്ല എന്ന് US media ഓർഡർ ചെയ്തനുസരിച്ച് അവർക്ക് ഫൊക്കാന ഇന്റർനാഷണൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും ഉപയോഗിക്കുന്നത് വെറും ഇന്റർനാഷണൽ ആയിട്ട് മാത്രമാണ്. അതായത് ഫൊക്കാനെ ഒരിക്കലും തളർത്താനോ വീഴ്ത്താനോ സാധ്യമല്ല. നിങ്ങളെ പോലുള്ള ആത്മാർത്ഥമായ ആൾക്കാരുള്ളപ്പോൾ, ഫൊക്കാനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ മലയാളികൾക്ക് ഫൊക്കാനയുടെ ആവശ്യമുള്ള കാലത്തോളം ഈ ഫൊക്കാന ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക. കണിശമായിട്ടും ഫൊക്കാന നമ്മുടെ മുഖച്ഛായ വരുന്ന വർഷങ്ങളിൽ നമ്മൾ മാറി. ഫൊക്കാന മോശമുള്ളത് ഫൊക്കാന ഇപ്പോഴുള്ള അവസ്ഥയല്ല, ഇതിലും വലിയ അവസ്ഥ മുന്നോട്ടുള്ള അവസ്ഥയിൽ ഫൊക്കാന നമ്മൾ ബ്രാൻഡ് നെയിമായിട്ട് നമ്മൾ മാറ്റും എന്ന് ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ടീമിനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് നാണക്കേടുണ്ടാവില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും. ഈ മേഖലയുടെ നേതൃത്വമാണ് 2026 നയിച്ചത്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ ഫൊക്കാന ശക്തമായെന്ന് 5 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ടീം ഇന്റഗ്രിറ്റിയുടെ ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് ഭരണസമിതിയിലേക്ക് അയക്കണമെന്ന് നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയും നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ വാത്സല്യത്തിനും നിങ്ങളുടെ സഹകരണത്തിനും എല്ലാവിധമായ നന്ദിയും സ്നേഹവും